ഒടുവിൽ മുഹമ്മദ് യൂനുസ് ഇന്ത്യയുടെ വഴിക്ക് വരികയാണ്. ഞങ്ങളെ ഇരുട്ടിലാക്കരുത് എന്ന് അദാനിയുടെ കാല് പിടിച്ച് ബംഗ്ലാദേശ്. ഉപയോഗിച്ച വൈദ്യുതിക്ക് കൃത്യമായ പണം നൽകാത്തതിനെ തുടർന്ന് 50% വൈദ്യുതി വെട്ടിക്കുറച്ച അദാനിയോട് മുഴുവൻ വൈദ്യുതിയും നൽകാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. പഴയ ഭീഷണി സ്വരമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ അദാനിയോട് അഭ്യർത്ഥിക്കുകയാണ് ബംഗ്ലാദേശ്. പഴയതുപോലെ 1600 മെഗാവാട്ട് വൈദ്യുതി മുഴുവനായി നൽകണമെന്നും ഇപ്പോൾ അദാനിക്ക് മാസം $8.5 കോടി വെച്ച് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും അതിനാൽ ഉടനെ വൈദ്യുതി മുഴുവനായി നൽകി തുടങ്ങണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ബംഗ്ലാദേശ് ഊർജ്ജ വികസന ബോർഡ്. പണം സമയാസമയങ്ങളിൽ നൽകിക്കൊള്ളാം എന്നാണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനുസ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത്. കോടീശ്വരനായ ഇന്ത്യൻ വ്യവസായി ഗൗതം അദാനിയുടെ ബിസിനസ് സാമ്രാജ്യം ലോകത്തെ പല രാജ്യങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിരവധി വൈദ്യുതി പദ്ധതികളിലും അദ്ദേഹത്തിന് നിക്ഷേപമുണ്ട്. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കലാപഭൂമിയായ ബംഗ്ലാദേശിൽ അത്തരമൊരു സാഹചര്യത്തിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കിടയിൽ തങ്ങൾക്ക് കിട്ടാനുള്ള $500 മില്യൺ, അതായത് ഏകദേശം 4200 കോടി രൂപ ഉടൻ നൽകണമെന്ന് അവിടുത്തെ ഇടക്കാല സർക്കാരിനോട് ഗൗതം അദാനി ആവശ്യപ്പെട്ടിരുന്നു. വൈദ്യുതി പദ്ധതിയുടെ കുടിശ്ശിക ഉടൻ നൽകണമെന്ന് ഗൗതം അദാനി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇന്ത്യയിലെ ഗോഡ പവർ പ്ലാന്റിൽ നിന്നാണ് അദാനി ഗ്രൂപ്പ് ബംഗ്ലാദേശിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. 1600 മെഗാവാട്ട് ശേഷിയുള്ള കൽക്കരി പവർ പ്ലാന്റാണിത്. നിലവിൽ ബംഗ്ലാദേശിൽ വൈദ്യുതി പ്രതിസന്ധി വർദ്ധിച്ചു വരികയാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിച്ചതാണ് ഇതിനുള്ള കാരണം. ഒക്ടോബർ 31-നാണ് അദാനി പവർ ബംഗ്ലാദേശിനുള്ള വൈദ്യുതി വിതരണം പാതിയായി വെട്ടിക്കുറച്ചത്. ജമാഅത്തെ വിദ്യാർത്ഥികളുടെ ലഹളയ്ക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്നും പുറത്തായതോടെ രാജ്യം കടുത്ത വിദേശ നാണ്യ പ്രതിസന്ധിയിലായി. ഇതോടെ അദാനിക്ക് പണം നൽകാനില്ല എന്ന സ്ഥിതി വരികയും അതോടെ 1600 മെഗാവാട്ടിന് പകരം ബംഗ്ലാദേശിനുള്ള വൈദ്യുതി 800 മെഗാവാട്ടാക്കി അദാനി ഗ്രൂപ്പ് വെട്ടിച്ചുരുക്കുകയും ചെയ്തു. അന്ന് എല്ലാ മുഴുവൻ വൈദ്യുതിയും നൽകിയില്ല എങ്കിൽ ശരിപ്പെടുത്തി കളയും എന്ന മട്ടിലായിരുന്നു അദാനിയെ ബംഗ്ലാദേശ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഭീഷണിയുടെ സ്വരമൊക്കെ മാറ്റി അപേക്ഷയുടെ സ്വരത്തിലാണ് ബംഗ്ലാദേശ് അദാനിയോട് സംസാരിക്കുന്നത്. 2017-ലാണ് അദാനിയും ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശിന് വൈദ്യുതോർജ്ജം നൽകാനുള്ള കരാറിൽ ഒപ്പുവെച്ചത്. അടുത്ത 25 വർഷത്തേക്ക് വൈദ്യുതി നൽകാനായിരുന്നു ഈ കരാർ. ഛത്തീസ്ഗഡിലെ 2 വൈദ്യുതി പ്ലാന്റുകളിൽ നിന്നും 800 മെഗാവാട്ട് വൈദ്യുതി വീതമാണ് ഇതുപ്രകാരം അദാനി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു പവർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി വിതരണം നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ 2 പവർ പ്ലാന്റുകളും ബംഗ്ലാദേശിന് വേണ്ടി പ്രവർത്തിപ്പിക്കാൻ വീണ്ടും ഒരുങ്ങുകയാണ് അദാനി. ഇതോടെ അദാനി പവറിന്റെ ഓഹരി വില ബുധനാഴ്ചയും മുകളിലേക്ക് കയറി. ട്രംപിന്റെ കയ്യിൽ നിന്നും ബംഗ്ലാദേശിന് ഇതിനിടെ കണക്കിന് അടികിട്ടിയിരുന്നു. പ്രത്യേകമായി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ബംഗ്ലാദേശിനുള്ള ധനസഹായം ട്രംപ് മരവിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് പാക് ISIയോട് അടുക്കാൻ മുഹമ്മദ് യൂനുസ് നീക്കം നടത്തിയത്. എന്തായാലും ചെയ്തതിനൊക്കെ യൂനുസിന് കനത്ത പ്രഹരം ട്രംപും നൽകി. ബംഗ്ലാദേശിലുള്ള അമേരിക്കയുടെ എല്ലാത്തരം പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും ട്രംപ് ഉത്തരവിട്ടു. ഇതോടെ അമേരിക്കയിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ സഹായങ്ങൾ ബംഗ്ലാദേശിന് നഷ്ടമാവുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ പട്ടിണിയിലും ഭക്ഷ്യക്ഷാമത്തിലും വലയുകയാണ് ബംഗ്ലാദേശ്. സർക്കാരിന്റെ താൽക്കാലിക ചുമതലയുള്ള മുഹമ്മദ് യൂനുസിന് ഇന്ത്യക്കെതിരെ ശത്രുതാപരമായ പ്രഖ്യാപനങ്ങൾ നടത്താനല്ലാതെ ബംഗ്ലാദേശിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാനുള്ള ഒരു നടപടിയും എടുക്കാനാകുന്നില്ല. അമേരിക്കയുമായുള്ള എല്ലാ കരാറുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ധനസഹായങ്ങളും അസിസ്റ്റന്റ് പ്രോഗ്രാമുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ റോഹിംഗ്യ പ്രതിസന്ധി ഉണ്ടായതിനെ തുടർന്ന് 2017 മുതൽ ഏകദേശം $240 കോടി നൽകിയത്. മുഹമ്മദ് യൂനുസ് സർക്കാരിന് ഇത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്തുക എന്ന കൃത്യമായ ലക്ഷ്യം വെച്ചാണ് മുഹമ്മദ് യൂനുസ് നീങ്ങുന്നത്. അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള ഡീപ് സ്റ്റേറ്റിന്റെ ഗൂഢപദ്ധതികൾ ഈയിടെ പുറത്തു വന്നിരുന്നു. നൊബൽ സമ്മാന ജേതാവായ 100 കോടി ഗ്രാമീൺ ബാങ്ക് എന്ന മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്നും തിരിമറി നടത്തിയ മുഹമ്മദ് യൂനുസ് കലാപം നടത്തി അവിടുത്തെ പ്രധാനമന്ത്രിയെ ഓടിച്ച ശേഷം കലാപം ഇല്ലാതാക്കി രാജ്യം നേരെ ആക്കുന്നതിന് പകരം ഇന്ത്യക്കെതിരെ കലിതുള്ളുകയാണ്. എന്നാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാം ഇത് മറ്റാരുടെയോ കൃത്യമായ അജണ്ടയാണ് എന്നത്. ഓരോ ദിവസവും ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രവർത്തികളിലാണ് മുഹമ്മദ് യൂനുസ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കലാപം കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് ഓടിപ്പോയതിനു ശേഷം യൂനുസ് ആദ്യം ചെയ്തത് അദാനിക്കുള്ള ഊർജ്ജ കരാർ റദ്ദാക്കാനാണ്. എത്രയോ കോടിയുടെ വൈദ്യുതോർജ്ജം കടം നൽകിയിട്ടും ആ കടം തിരിച്ചടയ്ക്കാനല്ല, അദാനിക്കെതിരെ നിൽക്കാനാണ് മുഹമ്മദ് യൂനുസ് ശ്രമിച്ചത്. ഇതിൽ നിന്ന് തന്നെ ബംഗ്ലാദേശിനെ നന്നാക്കലല്ല, ഇന്ത്യയെ ഒരു തരത്തിൽ ഉപദ്രവിക്കലാണ് യൂനുസിന്റെ നീക്കമെന്ന് മനസ്സിലാകും. ഷെയ്ഖ് ഹസീന അദാനിയുമായി ഊർജ്ജ കരാറിൽ ഒപ്പുവെച്ചത് 2017-ലാണ്. 25 വർഷത്തേക്കാണ് ഈ കരാർ. ഝാർഖണ്ഡിൽ സ്ഥാപിച്ച 2 പവർ പ്ലാന്റുകളിൽ നിന്നും ഇതുവരെ നൽകിയ വൈദ്യുതിക്ക് $65 കോടി ലഭിക്കാനുണ്ട്. അദാനിയുടെ കണക്ക് പ്രകാരം $90 കോടി ലഭിക്കാനുണ്ട്. കുടിശ്ശിക തിരിച്ചടയ്ക്കാതെ ഇപ്പോൾ വീണ്ടും വൈദ്യുതി ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് യൂനുസ്. എന്തായാലും ഇപ്പോൾ ഇന്ത്യയുടെ വഴിയിലേക്ക്, അല്ലെങ്കിൽ അദാനിയെ ഇത്രയും നാൾ കുറ്റം പറഞ്ഞ് ഇന്ത്യയെ പല രീതിയിൽ ദ്രോഹിക്കാൻ ശ്രമിച്ച മുഹമ്മദ് യൂനുസ് അദാനിയുടെ കാല് പിടിക്കുന്നതിലൂടെ ഇന്ത്യയുടെ കാല് പിടിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.